ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും ആരംഭകാലം മുതലുള്ള പഴക്കമുണ്ട്. ഇതിനൊക്കെയുള്ള മറുപടി ഈ ചെറിയ കാലയളവിലെ സുപ്രഭാതങ്ങൾ തന്നെയായിരുന്നു. സമാന്തര സത്യങ്ങളുടെ ലോകത്ത് യാഥാർത്ഥ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടിയും വസ്തുതകളിലേക്ക് വെളിച്ചം വീശിയും 10 സുപ്രഭാത വർഷങ്ങൾ പിന്നിടുകയാണ്. സുപ്രഭാതം സിഇഒ മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ സുപ്രഭാതത്തിൽ എഴുതിയ ലേഖനത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. സുപ്രഭാതം 8ാം എഡിഷൻ UAE-യിൽ ലോഞ്ച് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിമർശനങ്ങൾ വസ്തുതയുമായി ഒട്ടും ബന്ധമില്ലാത്തവയാണ്. വളരെ നേരത്തെ തന്നെ നിശ്ചയിച്ച കാര്യപരിപാടികൾ പ്രകാരമാണ് പ്രകാശന ചടങ്ങ് ഭംഗിയായി നടന്നത്. സുപ്രഭാതം പ്രകാശിതമാകുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് തന്നെ അതിൻ്റെ പോളിസി തയ്യാറാക്കിയിരുന്നു. സുപ്രഭാതത്തിന്റെ പ്രഥമ രക്ഷാധികാരിയായിരുന്ന പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെയും ചെയർമാനായിരുന്ന കോട്ടുമല TM ബാപ്പു മുസ്ലിയാരുടെയും സമസ്ത നേതൃസ്ഥാനത്തുണ്ടായിരുന്ന ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ ഉൾപ്പെടെയുള്ള പണ്ഡിത പ്രമുഖരുടെയും നേതൃത്വത്തിലാണ് പോളിസി തയ്യാറാക്കിയത്. വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുള്ളവരും വിവിധ മതവിഭാഗത്തിൽപ്പെട്ടവരുമായ ജീവനക്കാർ ജോലി ചെയ്യുന്ന സ്ഥാപനം എന്ന നിലക്ക് സമസ്ത മുഷാവറ തീരുമാനിച്ച പോളിസി പ്രകാരം മാത്രമാണ് തുടക്കം മുതൽ ഇന്ന് വരെ പത്രം മുന്നോട്ട് പോയിട്ടുള്ളത്. വാർത്തകളിലും പരസ്യങ്ങളിലും എല്ലാ വിഭാഗത്തെയും പരിഗണിക്കുക എന്നതാണ് അന്ന് കൈക്കൊണ്ട തീരുമാനം. ആ തീരുമാനപ്രകാരമാണ് UDF-ന്റെയും LDF-ന്റെയും പരസ്യങ്ങൾ കഴിഞ്ഞ എല്ലാ ലോക്സഭ, നിയമസഭ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ പ്രസിദ്ധീകരിച്ചു വന്നത്. പോളിസി തയ്യാറാക്കിയതിനു ശേഷം നടന്ന പല യോഗങ്ങളിലും ഇക്കാര്യം ആവർത്തിച്ചു തീരുമാനിച്ചതായും കാണാം. 2014 പത്രത്തിന്റെ ഉദ്ഘാടനത്തിന് സമസ്തയിലെ സമുന്നത നേതാക്കൾക്കൊപ്പം അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, പ്രതിപക്ഷ നേതാവ് കോടിയേരി ബാലകൃഷ്ണൻ, അഹമ്മദ്, രമേശ് ചെന്നിത്തല തുടങ്ങിയവർ ഉൾപ്പെടെ സന്നിഹിതരായിരുന്നു. സമസ്ത കോഴിക്കോട് ആസ്ഥാനത്ത് നടന്ന പത്രത്തിന്റെ വാർഷികാഘോഷ പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയനും 7ാം എഡിഷൻ പാലക്കാട്ട് ആരംഭിച്ചപ്പോൾ അന്നത്തെ സ്പീക്കർ P ശ്രീരാമകൃഷ്ണനുമായിരുന്നു ഉദ്ഘാടനം ചെയ്തിരുന്നത്. 10ാം വാർഷികം എറണാകുളത്ത് വെച്ച് ഉദ്ഘാടനം ചെയ്തത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയായിരുന്നു. അടുത്ത മാസം പ്രസിദ്ധീകരിക്കുന്ന ആരോഗ്യ ത്രൈമാസിക ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ പദ്ധതികളായിരുന്നു അന്ന് പ്രഖ്യാപിച്ചത്. MA യൂസുഫ് അലി, സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവരിൽ നിന്ന് തീയതി ഉറപ്പിച്ച ശേഷമാണ് ദുബായിൽ നടന്ന 8ാം എഡിഷൻ ലോഞ്ചിങ് പ്രോഗ്രാമിലേക്ക് മറ്റു അതിഥികളെ ക്ഷണിച്ചത്. തുടർന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ, കേരള പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ്, രമേശ് ചെന്നിത്തല, K മുരളീധരൻ MP, T സിദ്ദീഖ് MLA എന്നിവരെയും പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നു. ദുബായിലെ ഇന്ത്യയുടെ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ, ദുബായ് മീഡിയ പ്രിന്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ CEO ഫൈസൽ അബ്ദുള്ള എന്നിവർ ചടങ്ങിന്റെ ഭാഗമായി. MA യൂസുഫ് അലിക്ക് മറ്റൊരു വിദേശ രാജ്യത്ത് ഔദ്യോഗിക പരിപാടി ഉണ്ടായിരുന്നതിനാൽ അദ്ദേഹം വീഡിയോ സന്ദേശം റെക്കോർഡ് ചെയ്ത് അയക്കുകയായിരുന്നു. മറ്റൊരിക്കൽ സുപ്രഭാതത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞത് നന്ദിയോടെ സ്മരിക്കുന്നു. UAE-യിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്രയും ജനങ്ങളാണ് ഗൾഫ് സുപ്രഭാതം ലോഞ്ചിങ് പരിപാടിയിൽ പങ്കെടുത്തത്. ഇതൊരു നാഴികക്കല്ലാണ്. ഇനിയും പ്രഭ വിടർത്തി മറ്റു GCC രാജ്യങ്ങളിലും സുപ്രഭാത കിരണങ്ങൾ കാണുക തന്നെ ചെയ്യും. അതിനുള്ള ആലോചനയിലാണ് പ്രവാസി സംഘടനകളും പ്രസ്ഥാന ബന്ധുക്കളും. ന്യൂസ് ഡെസ്ക്, സുപ്രഭാതം. waytonikah.com, the exclusive Muslim matrimonial site.